ഇത് പാൽക്കുളം. പാർത്ഥസാരഥി ഭഗവാൻ ശ്രീകൃഷ്ണനും പാർത്ഥിവൻ അർജുനനും യുദ്ധം കഴിഞ്ഞ് ഇതുവഴി പോകവേ പാണ്ഡവപുത്രന് കലശലായ ദാഹം. ആ ദാഹം തീർക്കുവാൻ ഭഗവാൻ അസ്ത്രം തൊടുത്തുവെന്നും പാലുപോലെ ദാഹജലം പ്രവഹിച്ചുവെന്നും അത് പിന്നീട് പാൽക്കുളമായെന്നും ഈ പ്രദേശത്തെ പൂർവികർ ഒരു സങ്കല്പ കഥ പോലെ വിശ്വസിക്കുന്നു. പാൽക്കുളത്തിന് ചുറ്റുമുള്ള 800 ഏക്കർ പ്രദേശമാണ് പാൽക്കുളങ്ങരയെന്ന് അറിയപ്പെടുന്നത്. പുരാണങ്ങളിലില്ലെങ്കിലും ഉണ്ണിനീലി സന്ദേശത്തിലും തിരുവിതാംകൂറിൻ്റെ ചരിത്രം പതിഞ്ഞ താളിയോലകളിലുമെല്ലാം പാൽക്കുളങ്ങരയെക്കുറിച്ചും പാൽക്കുളങ്ങര ദേവീ സങ്കല്പത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ഇന്നും പാൽക്കുളങ്ങര പൗരാണിക പ്രൗഢിയോടെ ആധുനികതയുടെ തിരക്കിൽ നിന്നും ഒഴിഞ്ഞ് പ്രശാന്തസുന്ദരമായ ഒരു നഗരച്ചില്ല പോലെ തലയെടുപ്പോടെ നിൽക്കുകയാണ്. ഈ പാൽക്കുളങ്ങരയുടെ അധിപ എന്നും പാൽക്കുളങ്ങര ഭഗവതി തന്നെയാണ്, അന്നും ഇന്നും. കാളി സങ്കല്പത്തിലെ ശാന്തസ്വരൂപിണിയായ ഭദ്രയെന്ന ഭഗവതി ഈ നാടിൻ്റെ വിശ്വാസപ്പൊലിമയുടെ മാറ്റി നിർത്തപ്പെടാനാവാത്ത ഉത്തമ സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഈ ക്ഷേത്രത്തെ മറന്നുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യില്ല എന്നാണ് പ്രമാണം. 800 മുതൽ 1000-ൽ പരം വർഷം ഈ ക്ഷേത്രത്തിന് പഴക്കവുമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിനീലി സന്ദേശത്തിൽ നമ്മുടെ പാൽക്കുളങ്ങര ദേവീ ക്ഷേത്രത്തിനെ സംബന്ധിച്ചും ഊരൂട്ടിനെ സംബന്ധിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. ആ അറിവ് നമുക്കുണ്ട്. അപ്പം ഉദ്ദേശം ഒരു 800 വർഷത്തിന് മേൽ പഴക്കം വരും. ഇഷ്ടവരദായികയും ശാന്തസ്വരൂപിണിയുമാണ് പാൽക്കുളങ്ങര ദേവിയെങ്കിൽ പാൽക്കുളങ്ങരയിലെ പൂർവിക നായർ കുടുംബം ഭഗവതിയുടെ ഉഗ്രരൂപത്തെ കൂടി ഈ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് സമീപം ജ്യോത്സ്യവിധി പ്രകാരം കണ്ടെത്തുകയായിരുന്നു. അത് ജ്യേഷ്ഠാനുജത്യമാരാണെന്നും സങ്കല്പിച്ചു. 3 വർഷത്തിലൊരിക്കൽ ഉഗ്രരൂപിണിയായ ഭദ്രയെ വച്ചാരാധിക്കുവാനുള്ള അവകാശം പൂർവിക നായർ കുടുംബങ്ങൾ ചേർന്ന് പ്രാഗ എന്ന കൂട്ടായ്മയിലൂടെ നേടിയെടുത്തു. അത് ഊരുചുറ്റെന്നും ഊരിൻ്റെ ഊട്ടെന്നും അറിയപ്പെട്ടു. പിന്നീടത് ഊരൂട്ട് ഉത്സവമായി മാറി. പാൽക്കുളങ്ങര ദേവി എന്ന് പറയുന്നത് ശാന്തസ്വരൂപിണിയാണ്. അവിടെയെല്ലാം സാധാരണ രീതിയിലുള്ള ഒരു പ്രത്യേകതയാണ്. എന്നാൽ അതേസമയം ഈ നമ്മളവിടുന്ന് ഇവിടെ എഴുന്നള്ളിക്കുന്നത് നമ്മുടെ പഴയ പൂർവികരുടെ സങ്കല്പം അനുസരിച്ച് ദേവിയുടെ അനുജത്തിയാണ്. അപ്പം ദേവിയുടെ അനുജത്തി ഒരു ഭാവം വന്നിട്ട് ദൗദ്രഭാവമാണ്. അപ്പോൾ ആ ദൗദ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു ഒന്നും ക്ഷമിക്കാത്ത എന്ത് തെറ്റ് കണ്ടാലും ഉടനെ അതിനെ ശിക്ഷിക്കുക എന്നുള്ളതാണ് അമ്മയുടെ ഇത്. വളരെ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ദിവസങ്ങളിൽ അമ്മയവിടെ ഈ അനുജത്തിയെ നമുക്ക് ദർശനമില്ല. ഭദ്രകാളി അവിടെ സ്ഥിരം പ്രതിഷ്ഠയില്ല. ദേവിയുടെ വലത് സൈഡിലാണ് ഇരിപ്പിടമെങ്കിലും ഈ ഭദ്രകാളിക്ക് സ്ഥിരം പൂജയില്ല. മുൾക്കാപ്പില്ല, പൂച്ചാർത്തില്ല, വേറെ ദീപാരാധന ഒന്നുമില്ല. ഇരിപ്പിടം മാത്രമേ ഉള്ളൂ. പൂജ കൊടുക്കുന്നത് ഇവിടെ വരുമ്പോഴേ ഉള്ളൂ. വർഷത്തിൽ അത് 3 വർഷത്തിൽ ഒരിക്കൽ. അപ്പോൾ അത് ഈ 3 വർഷത്തിലൊരിക്കൽ ദേവീക്ഷേത്രത്തിൽ നിന്ന് ഭദ്രകാളി അമ്മയുടെ അനിയത്തിയെ അവിടുന്ന് ആവാഹിച്ച് പോറ്റിമാരെല്ലാം കൂടെ ഇരുന്ന് ചില പൂജാതി ക്രമങ്ങളെല്ലാം അനുസരിച്ച് ശംഖ് തീർത്ഥത്തിൽ വെള്ളത്തിൽ ആവാഹിച്ച് ബിംബത്തിൽ ഒഴിച്ച് അവിടുന്ന് ആവാഹിച്ച് അമ്മയും അത് അമ്മയുടെ കൂടെ മാടൻ തമ്പുരാനിയായിട്ട് വരും. ദേവിയെ പറമ്പിലേക്ക് ആനയിക്കുന്നതിന് മുമ്പ് തന്നെ ഉത്സവ ചടങ്ങുകൾ തുടങ്ങുകയായി. പച്ചപ്പന്തൽ കെട്ടുന്നതിനുള്ള പാലമരം കണ്ടെത്തി മുറിക്കുക എന്നതാണ് ഇതിൽ പ്രധാനം. പാലമരം കരപ്രദേശത്തു നിന്ന് തന്നെ കണ്ടെത്തി പൂജാവിധികളോടെ മുറിച്ച് പ്ലാഗക്കാരും കരക്കാരും ചേർന്ന് പറമ്പിലേക്ക് എത്തിക്കുന്നു.
പാലമരം കണ്ടെത്തി അളന്ന് നിഷ്ഠപ്രകാരം മുറിച്ചു നൽകുവാൻ തച്ചന്മാരെ പ്ലാഗ തന്നെ നിശ്ചയിക്കും. പച്ചപ്പന്തൽ കെട്ടുന്നതിനു മുമ്പ് ഉത്സവം സംബന്ധിച്ച മുൻവിധി അറിയുന്നതിനായി നാളികേരമുടച്ച് അതിൻ്റെ നീരിൽ ഒറ്റതെറ്റി ചാലിച്ച് പ്രശ്നം വയ്ക്കുന്നു. തെറ്റിപ്പൂവിൻ്റെ സ്ഥാനം മനസ്സിലാക്കിയാണ് ഉത്സവവിധി നിർണയിക്കുക. തുടർന്ന് പച്ചപ്പന്തലിന് ഒരുങ്ങുകയായി. ഭക്തിപുരസരം പ്ലാഗക്കാരും കുടുംബക്കാരും കരക്കാരുമെല്ലാം ഒത്തുചേരുന്നു. അപ്പോൾ കുടിയിരുത്തുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അമ്പലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ആചാരം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ദിവസങ്ങളിലൊന്നും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല, വെറും പറമ്പാണ്, വെറും മൈതാനം പോലെ ഇരിക്കും. ഈ ഉത്സവം തുടങ്ങുന്ന ആ സമയത്ത് പറമ്പെല്ലാം വൃത്തിയാക്കി മിനുക്കി അമ്പലം ഉണ്ടാക്കും. അമ്പലം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് അമ്പലം ഉണ്ടാക്കും. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പാലമരം, പൊരിയുണ്ണി, കമുക് ഇത് വെച്ച് ഒരു അമ്പലം ഉണ്ടാക്കും. അമ്പലം ഉണ്ടാക്കിയിട്ട് അവിടെയാണ് അമ്മയെ ഇരുത്തുന്നത്. പ്ലാഗക്കാരും പ്ലാഗ വീട്ടിലുള്ള അംഗങ്ങളും ചേർന്നാണ് പച്ചപ്പന്തൽ കെട്ടേണ്ടത്. അതിൻ്റെ കൂടെ നാട്ടുകാർക്കും സഹായിക്കാം. അങ്ങനെയാണ്, അല്ലാതെ ജോലിക്കാരെ പൈസ കൊടുത്തോ അല്ല കെട്ടിക്കുന്നത്. പാലയും വട്ടയിലയെന്ന പൊരിയണ്ണിയിലയും കമുകും മുളയുമൊക്കെയാണ് പ്രധാന നിർമ്മാണ വസ്തുക്കൾ. ഇതിനോടൊപ്പം പച്ചയോലയും ചേർക്കുന്നു. ഇത് തുടങ്ങിയ സമയത്തെ അളവും കാര്യങ്ങളും നമ്മളെ പഴയ ബുക്കുകളിലുണ്ട്. അത് നോക്കി അത് അടുത്ത തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. അതിൻ്റെ റെക്കോർഡിക്കലായിട്ട് ഇവിടെ ഉണ്ട്. അത് തന്നെയാണ് നമ്മൾ നോക്കി ചെയ്യുന്നത്. അതിൽ യാതൊരു വ്യത്യാസം വരുത്തില്ല. ഒറ്റ രാത്രി കൊണ്ട് പന്തലും പൂപ്പന്തലും കുലവാഴയുമെല്ലാം സജ്ജീകരിച്ചിരിക്കണമെന്നതാണ് ചടങ്ങിൻ്റെ നിഷ്കർഷ. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഭക്തിയും ഉത്സാഹവും സമന്വയിപ്പിച്ച് ശ്രമദാനത്തിൽ ഭാഗമാക്കാകുന്നു. നിശ്ചിത മുഹൂർത്തത്തിന് മുമ്പ് തന്നെ പന്തൽ പൂർത്തിയായിരിക്കും. തുടർന്ന് മാലോകർ കാത്തിരിക്കുന്ന പുറത്തെഴുന്നള്ളത്താണ്. ദേവീക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങും ഉഷപൂജ വരെ ഉള്ള ചടങ്ങുകൾ അവിടെ തീർന്നതിന് ശേഷം ആമപ്പലകയിട്ട് ദേവിയുടെ വലത് സൈഡിലാണ് നമ്മുടെ ഭദ്രകാളി കണ്ണാടി ബിംബം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് പുറത്തേക്ക് എടുത്ത് ക്ഷേത്ര മേൽശാന്തി അതിൻ്റെ പൂജാവിധികളെല്ലാം നടത്തി പുറത്ത് ഈ കണ്ണാടി ബിംബം മേൽശാന്തി കയ്യിലെടുത്ത് കീഴ്ശാന്തി അതിന് മുമ്പേ തന്നെ ശുദ്ധ പുണ്യാഹം ശുദ്ധവെള്ളം തളിച്ച് മുമ്പോട്ട് നടക്കുകയും ഇദ്ദേഹം ഈ കണ്ണാടി ബിംബം ക്ഷേത്രത്തിൽ നിന്ന് പുറത്ത് ആവാഹിച്ച് ഊരൂട്ട് പറമ്പിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതാണ് ചടങ്ങ്. ഞാൻ കേട്ട് കഴിവുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ അനിയത്തിയെ സത്യം വാങ്ങിച്ചിട്ട് ആണ് പുറത്തു കൊണ്ട് വിടുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ പ്രജകൾക്ക് യാതൊരു രീതിയിലുള്ള ഒരിതും ചെയ്യില്ല എന്ന മൂത്ത സഹോദരി എന്ന് പറയുന്ന പാൽക്കുളങ്ങര അമ്മ സത്യം ചെയ്ത് വാങ്ങിയിട്ടാണ് അമ്മ കൊടുക്കുന്നത്. അത് ഈ പ്ലാഗക്കാർ നാട്ടുകാരുടെയും സമ്മതത്തോടെ അനുവാദത്തോടു കൂടി അമ്മ ഇറക്കി കൊണ്ടുവരികയാണ്. ഭക്തിയും ഭയവും വിശ്വാസവുമാണ് ഈ പുറത്തെഴുന്നള്ളത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. ശങ്കുലി മാത്രം മുഴങ്ങുന്ന നിശബ്ദതയിൽ ആളുകൾ ശ്വാസമടക്കി നിന്ന് ഉഗ്രരൂപിണിയായ ഊരൂട്ടമ്മയുടെ പുറത്തെഴുന്നള്ളത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്.
ഇനി 7 നാളുകൾ പാൽക്കുളങ്ങരയുടെ ആഘോഷവും ആവേശവും ആത്മസാക്ഷാത്കാരവുമാണ്. തോറ്റംപാട്ടിൻ്റെ താളനിബദ്ധമായ അന്തരീക്ഷത്തിൽ വായ്ക്കുരവകളും ദേവീസ്തുതികളും മണിനാദങ്ങളുമൊക്കെയായി ഭക്തസഹസ്രങ്ങളുടെ നേർച്ചാമന്ത്രങ്ങൾ സമന്വയിക്കുന്നു. ആവശ്യങ്ങൾ നിരത്തുന്നു, ആഗ്രഹങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാം ഊരൂട്ടമ്മ അറിഞ്ഞ് അനുഗ്രഹിച്ച് അനുവദിക്കുമെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. തീർച്ചയായിട്ടും കല്യാണം കഴിയാത്തവരുണ്ടായിരുന്നു. അവർ താലിയും മാലയും ഇതൊക്കെ ഇവിടെ സമർപ്പിക്കാറുണ്ട്. കല്യാണം കഴിഞ്ഞ് ഇപ്പം ഞാൻ തന്നെ ഇരിക്കുന്നു, നമ്മളൊന്നും എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ അടുത്ത ഊരൂട്ടിന് മുമ്പ് എൻ്റെ ദേവി എനിക്കിത് ചെയ്തു തന്നാൽ ഞാൻ ഇന്നത് ചെയ്തോളാം എന്ന് നമ്മൾ തന്നെ നേരുന്നുണ്ട്. അപ്പോൾ അടുത്ത ഈ 3 കൊല്ലമുണ്ട്. ഈ 3 കൊല്ലത്തിനകത്ത് അത് സഫലീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്മ തന്നെയാണത് ചെയ്യുന്നത്. പക്ഷേ ഈ ദേവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ളതും നമ്മുടെ പ്രജകൾക്ക്, നമ്മുടെ എന്ന് വെച്ചാൽ പാൽക്കുളങ്ങര നിവാസികൾക്ക്, അമ്മയെ പൂജിക്കുന്നവർക്കും എല്ലാം നല്ല ഇത് ചെയ്തിട്ടുള്ളൊരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇവിടുത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ നല്ല കോൺട്രിബ്യൂഷൻ തരുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പൂജയ്ക്ക് തന്നെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. കൂടുതൽ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് തയ്യാറായത്. കാര്യം ഈ അമ്മയിൽ വളരെ വിശ്വാസം ആളുകൾക്കുണ്ട്. അതാണ് അതിൻ്റെ ഒരു കാരണം. അപ്പം അവരിൽ നിന്നുള്ള ഇതുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന് നോട്ടീസ് കൊടുത്താൽ മതി. എല്ലാവരും ഒന്ന് അറിയിക്കണം. 3 വർഷം കൂടുമ്പോഴാകുമ്പോൾ ആൾക്കാരെ ഒന്ന് അറിയിപ്പിക്കുക എന്നുള്ളൊരു ചടങ്ങ് മാത്രമേ നോക്കുള്ളൂ. ആരെങ്കിലും അന്യരാജ്യത്ത് പോയാലും ഊരൂട്ട് ഉത്സവം എന്ന് പറയുമ്പോൾ അവർ ഇതിനു വേണ്ടി 3 വർഷം പോയി കഴിഞ്ഞുടൻ ചോദിക്കും എന്നാണ് ഇനി അടുത്ത ഊരൂട്ട്. ആ സമയത്ത് ഇവിടെ വന്ന് ദേവിയെ തൊഴുത് ആവശ്യമുള്ള, നമ്മൾ ചോദിക്കാതെ തന്നെ അവർ ആവശ്യമുള്ള ഡൊണേഷനൊക്കെ ദേവിക്ക് പൂജയ്ക്കാൻ വേണ്ടി തരുന്നുണ്ട്. അതാണ് അവിടെ ഒരു പ്രത്യേകത. ആകപ്പാടെ 7 ദിവസമേ പൂജ ഉള്ളൂ. പക്ഷേ ഈ ആപ്ലിക്കേഷൻ 100-150 പേര് വരുന്നുണ്ട്. അവർക്കൊന്നും കൊടുക്കാൻ വെക്കാത്തതുകൊണ്ട് അവർ പല രീതിയിൽ പുഷ്പം ഇതായിട്ട് തരുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലവിൽ വന്ന ദ്രവീഡിയൻ ആരാധനാരീതിയും ആഘോഷ ആചാരവുമാണ് ഇവിടെ ഇന്നും അനുവർത്തിച്ചു പോരുന്നത്. പ്രധാനമായും തോറ്റംപാട്ട് ആ രീതി പിന്തുടരുന്നതിൻ്റെ ഉത്തമ മാതൃകയാണ്. 8 നാളും തോറ്റം പാടി അതിനനുസൃതമാകും പൂജാവിധികൾ. എത്ര കേട്ടാലും മതിവരാത്ത കർണകീചരിതം ആവർത്തിച്ചു കേൾക്കുവാൻ ജനങ്ങൾ എത്തുന്നു എന്നതും പ്രത്യേകതയാണ്. കാര്യം തോറ്റംപാട്ടിൻ്റെ ഇതിനനുസരിച്ചാണ് നട തുറക്കുന്നതും അടയ്ക്കുന്നതും. അതായത് നമ്മുടെ കൊടുങ്ങല്ലൂർ നമ്മെ കൊണ്ടുവരുന്നത് മുതലുള്ള കഥകളാണ് തോറ്റംപാട്ടിൽ കൂടെ വരുന്നത്. അതനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഈ പാട്ട് തോറ്റംപാട്ടാണ് അവിടെ ദേവിയുടെ പ്രധാനം എന്ന് പറയുന്നത് തോറ്റംപാട്ടാണ്. ഈ തോറ്റംപാട്ട് ഇന്ന് വരുന്നവർ അവിടെ തന്നെ താമസിക്കണം എന്നാണ് മുമ്പ് മുതൽ നമ്മുടെ പൂർവികർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതേപടി ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഉത്സവത്തിന് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ആ പാട്ടിൻ്റെ താളനിബദ്ധമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രവും പരിസരവും ഉത്സവഭരിതമാകുമ്പോൾ ദൂരക്കാഴ്ചയിൽ ഇത് നഗരമധ്യേയുള്ള ഒരു ക്ഷേത്രപ്പറമ്പാണോ എന്ന് സങ്കല്പിക്കുവാൻ പോലും പ്രയാസം തോന്നും. പഴമയെ പുതുമ എത്രമാത്രം താലോലിക്കുന്നുവെന്ന് ഈ കാഴ്ചകളിലൂടെ വ്യക്തമാകുന്നു.
എനിക്ക് തോന്നുന്നു ഈ പഴയ ആചാരപ്രകാരം ഈ നാട്ടുംപ്രദേശത്ത് സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഇതേപോലെ നടത്തുന്നത് വേറെ ഒരിടവും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും ഒരു ആചാരത്തിനും ഒരു കുറവും വരുത്താത്ത രീതിയിൽ വിദേശത്തു നിന്നൊക്കെ ഉള്ളവർ ഈ 7 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ലീവ് എടുത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം കൺവീനിയൻ്റ് ആയിട്ടുള്ള ദിവസം ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഊരുട്ടമ്മ ചെയ്തിട്ടുള്ള സഹായം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിന് ചെയ്തിട്ടുള്ള സഹായമായിരിക്കാം. അതുകൊണ്ട് എത്താറുണ്ട്, ഒരുപാട് പേര് എത്താറുണ്ട്. തോറ്റംപാട്ട് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ഇലപ്പാടാണ് ഇവിടുത്തെ വഴിപാട്. പൂജാവിധികൾക്ക് പടത്തിപ്പഴമല്ലാതെ മറ്റു പഴങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. അത് ഈ ക്ഷേത്രോത്പത്തി മുതൽ തുടരുന്ന ആചാരമാണ്. അതുകൊണ്ട് തന്നെ ഇലപ്പാടിൽ പടറ്റുപഴവും ചെത്തിയെടുക്കുന്ന കരിക്കും നെല്ലുകുത്തി മൺചട്ടിയിൽ വറുത്തെടുക്കുന്ന പൊരിയും ഉണക്കമുന്തിരിയും അടയ്ക്കായുമൊക്കെ സമ്മിശ്രം ചേർത്താണ് ഒരുക്കുന്നത്. ഇവ അകത്തു കൊടുത്ത് പൂജിച്ചെടുത്ത് ഭക്തർക്ക് നൽകുന്നു. പരമ്പരാഗത രീതിയിൽ നെല്ലുകുത്തി മൺചട്ടിയിൽ തീ കൂട്ടി തേറ്റിയെടുത്ത പൊരി അന്യം നിന്നു പോകാതെ ഇപ്പോഴും ഇവിടെ കാണാം. പട്ടുക്കുട നേർച്ചയാണ് മറ്റൊന്ന്. ഇഷ്ടവരദായികയ്ക്ക് കുട നേരുന്നവർ ക്ഷേത്രം വലം വച്ച് നിഷ്ഠയോടെ കുടിയിരുത്ത് തിട്ടയിൽ സമർപ്പിക്കുന്നു. ആനശിവേലി സമയത്ത് കുട ദേവിക്ക് ചൂടുകയും ചെയ്യും. കുട ചൂടുമ്പോൾ വായ്ക്കുരുവയോടെ ഭക്തജനങ്ങൾ അത് ആഘോഷമാക്കും. തുലാഭാരവും പരമ്പരാഗത രീതിയിലുള്ള നിഷ്ഠയാണ്. പഞ്ചസാരയും ശർക്കരയും കൽക്കണ്ടവും തുടങ്ങി പടറ്റുപഴം വരെ നേർച്ച നേർന്ന് സമർപ്പിക്കുന്നവരെ ഇവിടെ കാണാം. പറയിൽ പൂക്കുല ചാർത്തി നെല്ല് നിവേദിക്കുന്നതും ഇവിടെ ആചാരമായി പിന്തുടരുന്നുണ്ട്. കുടിയിരുത്ത് തറയ്ക്ക് മുന്നിലാണ് പറനേർച്ച. തോറ്റംപാട്ടിന്റെ കഥാസന്ദർഭത്തിനൊത്ത് ഉത്സവവും പുരോഗമിക്കും. 4ാം ദിനമാണ് പാട്ടിൽ ദേവിയുടെ മാംഗല്യം. അതനുസരിച്ച് പ്രത്യേക പൂജാക്രമങ്ങളാണ്. മാത്രമല്ല, ഇരട്ടിച്ച ഉത്സാഹത്തോടെ ഒരു കല്യാണ വീട്ടിൻ്റെ ആവേശത്തോടെ ക്ഷേത്രവും പരിസരവും ഭക്തരും ഒരുങ്ങും. അന്ന് പ്രത്യേക ദീപാരാധനയും മധുര പലഹാര വിതരണവും ഒക്കെയുണ്ട്. ദേവിയുടെ കല്യാണ ദിവസം എന്ന് പറയുന്ന ദിവസം ദേവിക്ക് താലി കെട്ടും, പുടവ കൊടുക്കും. അതിന് പുറമെ സാധാരണ നമ്മളെ വീടുകളിൽ ചെയ്യുന്ന പോലെ കല്യാണ ദിവസം മധുര പലഹാരവും വിതരണം ചെയ്യും. അന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും, ഈ ഉരുട്ട് പറമ്പിനുള്ളിൽ നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മധുര പലഹാരം വിതരണം ചെയ്യും. അതിന് പുറമെ ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയുമുണ്ട്. ഏറ്റവും പ്രധാനം അന്നുച്ചയ്ക്കത്തെ സർവ്വവിഭവ സദ്യയാണ്.
ഈ സമ്പൂർണ്ണ സദ്യയിൽ പങ്കുചേരുവാനും ശ്രമിക്കുവാനും നാട്ടിലെ യുവജന കൂട്ടായ്മ ഒത്തൊരുമയോടെ കൈകോർക്കുന്നു. സദ്യ വിളമ്പുന്നതും ഈ നാട്ടുകാർ തന്നെയാണ്. ഏഴാമത്തെ നാളാണ് പൊങ്കാല മഹോത്സവം. ഈ നാട് സർവസമർപ്പണം അമ്മയ്ക്ക് മുന്നിൽ നടത്തുന്ന ദിനം. ക്ഷേത്രവും പരിസരവും റോഡുകളും വീടുകളുമെല്ലാം പൊങ്കാല അടുപ്പുകളാൽ നിറയും. വ്രതം നോറ്റ് സ്ത്രീജനങ്ങൾ അരിയും ശർക്കരയും തേങ്ങയും ഒരുക്കി ആവിയിൽ വേവുന്ന വിഭവങ്ങളും തയ്യാറാക്കുവാൻ ഒരുങ്ങുകയാണ്. തോറ്റംപാട്ട് പിന്നണിയിൽ നടക്കുമ്പോൾ കുടിയിരുത്ത് തറയിൽ നിന്നും ദീപം തെളിയിച്ച് ക്ഷേത്രമുറ്റത്തൊരുക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിലേക്ക് പകരുന്നു. ക്ഷേത്ര പൂജാരിമാരും പ്രാഗ പ്രമാണിമാരും സാക്ഷി നിൽക്കുമ്പോൾ ഒരുക്കി വച്ച പരസഹസ്രം അടുപ്പുകളിലേക്ക് തീ പടരുകയായി. തുടർന്ന് പായസവും ചോറും മറ്റു വിഭവങ്ങളുമെല്ലാം തയ്യാറാവുകയായി. വായ്ക്കുരവകളോടെ ഇത് ആഘോഷമാക്കുകയാണ് സ്ത്രീകൾ. ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പുണ്യാഹം തളിച്ച് നിവേദ്യ സമർപ്പണം പൂർത്തിയാക്കുകയായി. സുപ്രധാന ദിനമായ ഇന്ന് തന്നെയാണ് താലപ്പൊലിയും. പെൺകുട്ടികൾ പുതുവസ്ത്രമണിഞ്ഞ് താലത്തിൽ അരിയും കതിരും നിറച്ച് ദീപമെടുത്ത് ക്ഷേത്രത്തിന് വലം വയ്ക്കുന്ന താലപ്പൊലിയിൽ കുടുംബാംഗങ്ങളും പങ്കുചേരുന്നു. ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഇഷ്ടവര നേട്ടത്തിനുമൊക്കെയാണ് താലപ്പൊലി നേരുക. വാദ്യഘോഷങ്ങളും ദീപപ്രഭയുമെല്ലാം അനുഗമിക്കുമ്പോൾ താളമേള സമൃദ്ധിയിൽ ആറാടുന്ന ഉത്സവപ്പറമ്പിൽ കാഴ്ചക്കാരും വിശ്വാസികളും ഭക്തജനങ്ങളുമെല്ലാം സംതൃപ്തിയുടെ തീരമണിയുകയാവും. മൂത്ത ദേവിക്ക് വേണ്ടി അത് പാൽക്കുളങ്കര അമ്പലത്തിൽ താലപ്പൊലിയൊക്കെ എടുത്തിട്ടാണ് കുട്ടികൾ നേരും. അപ്പോൾ 3 വർഷത്തിലൊരിക്കലാണ് ആ കുട്ടി അത് കാത്തിരുന്ന് ദേവിയെ അവിടെ മൃതമൊക്കെ വെച്ച് ആ താലപ്പൊലി ഉള്ള കുട്ടികളെ അവിടെ ഇരുന്ന് നടത്താറുണ്ട്. ഊരൂട്ടുപറമ്പിൽ ഉത്സവത്തിന് താലപ്പൊലി എടുക്കുന്ന കുട്ടികൾ അതിന് മുമ്പേ ആയിട്ട് ദേവീക്ഷേത്രത്തിൽ താലപ്പൊലി എടുക്കണമെന്നുണ്ട്. അത് 8 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എടുക്കുന്നത്. അവരുടെ നന്മയ്ക്ക് വേണ്ടി, കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ താലപ്പൊലി എടുക്കുന്നത്. ഊരൂട്ടിൻ്റെ സുപ്രധാന ഊരുചുറ്റും അന്ന് തന്നെയാണ്. അന്നത്തെ ആനശിവേലിക്കും പ്രത്യേകതയുണ്ട്. ആനശിവേലി കഴിഞ്ഞ് ക്ഷേത്രത്തിന് പുറത്ത് അമ്മ ഉത്സാഹത്തോടെ ഇറങ്ങുന്ന മുഹൂർത്തം. പ്രജകളെ കാണാനും അനുഗ്രഹം ചൊരിയാനും. അത് സാധാരണ 7ാമത്തെ ദിവസം രാത്രി ഇതിനകത്തുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വലിയ കാണിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഒരിതുണ്ട്. ആനയെ എഴുന്നള്ളിച്ച് നമ്മുടെ ഈ കിട്ടുന്ന പച്ചപ്പന്തലിൻ്റെ മുൻവശത്ത് നിർത്തിയതിന് ശേഷം വലിയ കാണിക്ക എല്ലാവരും പിടാക്കാരും നാട്ടുകാരും എല്ലാവരും ചേർന്ന് വലിയ കാണിക്ക ഇട്ടതിന് ശേഷമാണ് ഒറ്റ ദിവസമാണ് ഊര് ചുറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഊര് ചുറ്റുക എന്നാണ് പറയുന്നത്. അത് ഈ സാധാരണ പണ്ടും ചെയ്തതുപോലെ എല്ലാ വീടുകളുടെയും മുൻവശത്ത് പോയി ദേവിയെ കൊണ്ട് നിർത്തി പറയെടുക്കും. അതിനു മുമ്പ് ജ്യേഷ്ഠത്തിയായ പാൽക്കുളങ്ങര ഭഗവതി അറിയാതെ അനുജത്തിയും സഹനസ്വരൂപിയുമായ കരിമ്പാലി ഭഗവതിയെ കാണുകയെന്നതും ആചാരനിഷ്ഠയുടെ ഭാഗമായി ഇന്നും പുലർന്നു പോകുന്നു. ഊരൂട്ട് പറമ്പ് മുതൽ കരിമ്പാലി ക്ഷേത്രം വരെ നിശബ്ദമായാണ് യാത്ര. കരിമ്പാലിയിൽ ഇറക്കി പൂജയുണ്ട്.
അത് കഴിഞ്ഞ് യഥാർത്ഥ ഊരുചുറ്റ് തുടങ്ങുകയായി. താളമേളങ്ങളോടെ പാൽക്കുളങ്ങരയുടെ ഇടവഴികളിലൂടെ ഒരു രാത്രി നീണ്ടു നിൽക്കുന്ന ഊരുചുറ്റും പറയെടുക്കലും. അനുഗ്രഹാശിസ്സുകൾ നേടാൻ 3 വർഷമായി കാത്തിരിക്കുന്നവർക്ക് ദർശന സായുജ്യം. അവസാന ദിവസത്തെ യാത്രയയപ്പാണ് ഭക്തജനങ്ങൾ വേദനാപൂർവം തൊഴുകയോടെ നിറകണ്ണുകളോടെ പങ്കെടുക്കുന്ന ചടങ്ങ്. 3 ആണ്ടത്തെ കാത്തിരിപ്പിന് ശേഷം കൂട്ടായ്മയുടെയും ഉത്സവമഹിമയുടെയും ദർശന പുണ്യത്തിൻ്റെയും ദിനങ്ങൾ കടന്ന് ദേവി വീണ്ടും ജ്യേഷ്ഠസ്മിതത്തിലേക്ക് മടങ്ങുന്നത് നിരാശാജനകമാണെങ്കിലും അടുത്ത 3 വർഷത്തിനുള്ളിൽ വീണ്ടും വരുമെന്ന പ്രത്യാശയും ഭക്തരിൽ കാണാം. വന്നതുപോലെ ശാന്തിക്കാരും പിടാകക്കാരും ചേർന്ന് ആനയിച്ച് ക്ഷേത്രസവിധത്തിലേക്ക്. ഇനി 3 ആണ്ടിൻ്റെ കാത്തിരിപ്പ്. എങ്കിലും സർവ്വവിധ ഐശ്വര്യങ്ങളും പകർന്ന് ശിക്ഷയും പരിരക്ഷയും നൽകി സ്വന്തം മക്കളെ ഊരൂട്ടമ്മ എന്നും കാക്കുമെന്നാണ് പാൽക്കുളങ്ങരക്കാരുടെ ഉറച്ച വിശ്വാസം.